ഓട്ടുപോകങ്ങൾ സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ കുറച്ചേറെ പൈസ എടുത്തുകൊണ്ട് ഞാൻ കുറേയേറെ വീഡിയോ ഇടുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ കുറച്ചുകൂടി പൈസ കൂട്ടിയതിനകത്ത് ഇന്നലെ എടുത്ത പൈസനെക്കാട്ടിലും കുറച്ചേറെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പൊങ്ങാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇത് കേട്ടോ. ഇത് എന്തായാലും ഈ പൈസ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കുന്നത് ഇങ്ങനെ പൊക്കത്തുനിന്ന് ഇങ്ങനെ തുറന്ന് കാണിക്കും. ഇതിനകത്ത് എത്ര രൂപ വേണമെന്ന് ഗസ് ചെയ്യാൻ പറ്റും. 1000 രൂപ കൊടുക്കും. അപ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ പിടിക്കാം. അത് ചുമ്മാ രസം. എനിക്ക് ഇങ്ങനെ പൈസ കൊടുക്കുന്നത് ഇപ്പോൾ വന്നത് ഇപ്പോൾ ഒരു ജ്വരമായിക്കൊണ്ടിരിക്കണം. ഇത് വ്ലോഗ് ചാനൽ മാത്രമാണ്. നമ്മളപ്പോൾ അതിലേറെ കൊടുക്കേണ്ട ആവശ്യമില്ല. 1000 രൂപയിൽ ഒതുക്കുക. കുറെ നാളായി ഈ സ്ഥലത്ത് വന്നിട്ട്. ആരെങ്കിലും വരുമോ? നിങ്ങൾക്ക് എന്തോ എത്ര വേണ്ടത് നിങ്ങൾ കമന്റ് പറഞ്ഞേ. ആരെങ്കിലും ഗസ് ചെയ്യാലോ എന്ന് പറയാം കേട്ടോ. കുറച്ച് വെളിച്ചത്തിരിക്കാം. ചേച്ചി ഒരു വീഡിയോ ഒക്കെ വരുന്ന ഇതിനകത്ത് എത്ര പൈസ ഉണ്ടെന്ന് ഗസ് ചെയ്യാൻ 1000 രൂപ വരും. ഞാൻ ഒട്ടും ചിന്തിച്ചിട്ടില്ല ഇതിൻ്റെ റിസ്ക് ഫാക്ടർ. ഇങ്ങനെ പൈസ ആയിട്ട് നടക്കുമ്പോൾ നമുക്ക് നല്ല ആൾക്കാരെ പിടിക്കും. നല്ല ആൾക്കാർ, നല്ല ചാടിച്ചാടി നിൽക്കുന്ന ആൾക്കാർ. ഈ ചേച്ചിക്ക് ചോദിച്ചാലോ ഈ വണ്ടി പുറകിലോട്ട് വരുന്നു? അതെ അതെ അതെ. ഇതിനകത്ത് എത്ര പൈസ ഉണ്ടെന്ന് ഗസ് ചെയ്യാൻ 1000 രൂപ വരും. അതൊക്കെ പറയാം. ഞാൻ പൊക്കത്ത് കാണിച്ചു തരാം ഞാൻ ഇങ്ങനെ ഒരു പ്രാവശ്യം. ഹായ്. താങ്ക് യു. ഓളടി ആൾക്കാരുടെ ഇപ്പം എണ്ണം കൂടിക്കൊണ്ടിരിക്കും ഒറ്റടിക്ക്. ഒരു വീഡിയോ എടുക്കുക. രണ്ടുപേരും ഒരാൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, ഫ്രണ്ട് ആയതുകൊണ്ട്. ഇതിനകത്ത് പൈസയാണ്. ഇത് ഒരു പ്രാവശ്യം ഞാൻ കാണിക്കും, ഒരു പ്രാവശ്യം പൊക്കി നോക്കാം എത്ര ഉണ്ടെന്ന് പറയണം. 1000 രൂപ ഞാൻ സെറ്റല്ലേ? നോട്ടുകൾ കേട്ടോ. പൊക്കി നോക്കിയാണെങ്കിൽ കമോ ഒരു കേസ് 10 ലക്ഷം. നൈസ് ട്രൈ. അടുത്തൊന്നും അല്ല, ഇത് ചെറുതായിട്ട് ഞാൻ മറ്റേ എണ്ണുന്നൊരു വീഡിയോ ഇടുന്നുണ്ട്. അത് പിന്നെ പേരെന്ത് വരുന്നത്? അർജുൻ. കൊള്ളാല്ലേ പേര്? ചെപ്പിൻ. അർജുൻ. അതെ. ഹായ്. എങ്ങോട്ട് പോവാ? കാണാറുണ്ടാ? ഒന്ന് ഓട്ടോ ഒതുക്കി. എത്ര പൈസ ഉണ്ടെന്ന് ഗസ് ചെയ്തേ. ഈ പൈസ ഒരു പ്രാവശ്യം നോക്കാൻ തരാം. ഒന്ന് പൊക്കി നോക്കിയോ എത്ര രൂപ ഉണ്ടെന്ന് പറയണം. 1000 രൂപ കിട്ടത്തുള്ളൂ. 1000 രൂപ കിട്ടും. 1000 രൂപ അല്ല, 1000 രൂപ കിട്ടും. കിട്ടത്തുള്ളതല്ല. അപ്പൊ എന്നാ ആദ്യം വേണേ പൊക്കി നോക്കിയൊന്ന്. ആദ്യം ഒന്ന് പൊക്കി നോക്ക്. എന്തോന്ന് ചില്ലറയാണോ നോട്ടാണെന്ന്? എന്താണ്? എന്തായിരിക്കും? ചില്ലറ ഒന്നും അല്ല. നോക്കിക്കോ എത്ര ഉണ്ട്. പറയൂ. ഗസ് ചെയ്ത ഇപ്പൊ 1000 രൂപ. അത്ര ഇല്ല കേട്ടാ. ഒരു ദിവസം കൊണ്ടുവരാം. പക്ഷെ അത് ഈ ചാക്കി തികയത്തില്ല. 50 ലക്ഷം അല്ല. പേരെന്തുവാ? ലവ്ലി. നല്ല പേര്. കണ്ട സന്തോഷം. ചേട്ടാ ഒന്ന് ഗസ് ചെയ്യണോ? ആദ്യം പൊക്കി നോക്കിയോ. പൊക്കി നോക്കിയിട്ട് എത്ര ഉണ്ടെന്ന് പറ. 30 അല്ല. എല്ലാരും അടുത്തടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒക്കെ നമ്പർ കറക്റ്റ് ആവും കേട്ടാ. ഇങ്ങനെ എല്ലാരും അടുത്തടുത്ത് ഇല്ല ചേട്ടാ. കറക്റ്റ് അല്ല. എത്രന്ന് പറയുന്ന പൊക്കിയിട്ട് എത്ര രൂപന്ന് പറ. പൊക്കി നോക്കിയിട്ടാണോ? 10 ലക്ഷം. അല്ല. 10 ലക്ഷം അല്ല. അതിൽ കുറച്ചേറെ കൂടുതലാണ്, കുറവായിരിക്കും, പറയാൻ പറ്റത്തില്ല. നോക്കി നോക്കുന്ന ഓരോ ആൾക്കാർ വന്നോണ്ടിരിക്കുന്നു. ഒന്ന് പൊക്കിയിട്ട് നോക്കിയാൽ മതി അകത്തോട്ട്. പോകുന്നുണ്ടാ? എനിക്ക് വീട്ടിൽ ഞാൻ ഇങ്ങനെ നോട്ട് വെക്കാറുണ്ട്. അത് നോക്ക്. കണ്ടിട്ട് തോന്നുന്നില്ലേ? പൈസയാണത്. ഫ്രഷ് നോട്ടാണ്. കമോൺ ഗസ്. എത്ര ഗസ് ചെയ്തില്ലേ ഓൾറെഡി? ചെയ്താ? 1 ലക്ഷം രൂപയ്ക്ക് ഇത്ര ഭാരം വരുമോ? അപ്പൊ ഇത് 50 രൂപയാ. അതൊന്ന് കണ്ടിട്ട് പറയണം. എന്നാ പിന്നെ ഞാൻ കണക്കെടുത്താ പോരെ. ശരിയല്ല. ഇതിനകത്ത് എത്ര രൂപ ഉണ്ടെന്ന് പറയണം. നോക്കി നോക്കിയിട്ട്. 5 ലക്ഷം. 5 ലക്ഷം അല്ല. 5 ലക്ഷത്തിന് വളരെ കൂടുതലാണ്. ഒറ്റ ഗസ്സേ ഉള്ളൂ. ശരി. ചാക്ക് പൊക്കാവാ. ഏട്ടൻ ചാക്ക് പൊക്കുന്നു. പൊക്കിക്കോ. പൊക്കിയിട്ട് എത്ര ഞാൻ പറയാം. പൊക്കിയിട്ട് ഞാൻ പറയാം എന്താണെന്ന്. നീ പറയണ ഇതിനകത്ത് എത്ര രൂപ ഉണ്ടെന്ന്. ഇതിനകത്ത് എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അതൊന്ന് ഗസ് ചെയ്യണം. ഇതിനകത്ത് രൂപ ആണെന്നൊന്നും ഉറപ്പ്. ഞാൻ കാണിച്ചു തരാം. ഇത് എത്ര നോട്ടാണ്? 50. ഇതൊരു കെട്ട് 5000. എല്ലാം തരത്തില്ല. ഒരു ഗസ് അടിക്കണം. പറ. അത് ഫുള്ള് കാണിക്കത്തില്ല. ഗസ് പറയണം. അത്രയൊക്കെ നോട്ടോ ഇല്ല ഏട്ടാ. പുറത്തുനിന്ന് കാണണം. ഒരു നമ്പർ പെട്ടെന്ന് പറയൂ. 5 ലക്ഷം. 5 ലക്ഷം കുറവാ. വളരെ 3.5 ലക്ഷം. 5 ലക്ഷം കുറവാന്നല്ലേ പറഞ്ഞു ചേട്ടാ. ഇനിയും കുറയ്ക്കുന്നത് കുറവാണോ? ഇതിന് വളരെ കൂടുതൽ. അതിക്കുള്ളൂ. 50 ലക്ഷം. 50 ലക്ഷം വരെ ഇല്ല. 28 ഉണ്ട്. ഒരു ട്രൈ ഉള്ളു. 20 അല്ല. ഒരു ട്രൈ ഉള്ളു.
പ്രോത്സാഹനം ഇല്ല. ഇതേ തിരക്കൂടുന്ന സൈഡില്. ശരിയല്ല എന്നാ പേര്? ആരും പറഞ്ഞില്ലല്ലേ അതിന്? ഇല്ല ഇവിടുന്ന് ഇനി മാറും. ഇവിടെ ആൾക്കാർ കൂടി അടുത്ത സ്ഥലത്ത് പോവാ. എനിക്ക് ബ്രോ പൊക്കി തരുമോ? കുറെ വെയിറ്റ് ഉണ്ട്. പോവാ, ഇനിയും പോവാണ്ട്. അങ്ങനെ ഈ പൈസ അടുത്ത് എറണാകുളത്ത് പോകാൻ വേണ്ടി ഇരിക്കുക. കടയോ? അതേ കട കാണിച്ചടാ. അത് കേട്ടിട്ടോ. ആരും ഇതുവരെ ഗസ്റ്റ് ചെയ്തിട്ടില്ല. എല്ലാവരും തെറ്റായിരുന്നു. നിങ്ങൾക്കും അറിയത്തില്ല എത്ര രൂപയാണെന്ന്. എന്തായാലും നമുക്ക് ഇറങ്ങാം. ഇവിടുന്ന് വിട്, വേറെ സ്ഥലം പിടിക്കാം. അവിടെ ഒറ്റയടിക്ക് ആൾക്കാർ പെട്ടെന്ന് കൂടി തുടങ്ങി. നിങ്ങൾക്ക് ക്യാമറയ്ക്കകത്ത് പ്രോപ്പർലി കണ്ടു കാണത്തില്ല. പക്ഷേ പുറകിലോട്ടെല്ലാം വണ്ടി ഓരോന്നേരം നിന്ന് തുടങ്ങി. എന്നെ കണ്ടിട്ട് ഓൾറെഡി നിൽക്കാൻ തുടങ്ങി. പിന്നെ പൈസയുടെ വീഡിയോ ആണെന്ന് കണ്ടപ്പോൾ പിന്നെ നിൽക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് അത്രയും ക്രൗഡ് അവിടെ ആക്കി കഴിഞ്ഞാൽ പിന്നെ പോലീസുകാരൊക്കെ വരും. പിന്നെ അത് തലവേനയോ ഇത്ര പൈസ പബ്ലിക്കിൽ നിന്ന് കൊണ്ടുവന്ന് ആ റിസ്ക് ഒന്നും നമുക്ക് എടുക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം പെട്ടുപെട്ടെന്ന് മാറുന്ന സ്ഥലം. ബോയ്സ്, നമ്മൾ ഇനി ആൾക്കാരെ സത്യം പറഞ്ഞാൽ തപ്പുന്നില്ല. സത്യം പറഞ്ഞാൽ ഇത് വെച്ചുകൊണ്ട് എടുക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. നേരത്തെ കാട്ടിയും പൈസ കൂടിയത് വേണ്ടത് റോഡിന്റെ സൈഡിലൊക്കെ ആകുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് കൂടി പോകുന്നു. ക്രൗഡ് കൂടും. അത് ഞാൻ ഇപ്പം ചെയ്യുന്നില്ല. നമുക്ക് എന്തായാലും ഇനി കൗണ്ടിങ് വീഡിയോയിലോട്ട് പെട്ടെന്ന് പോയേക്കാം. അതായിരിക്കും നല്ലത്. ഇനി ഞാൻ ഫുള്ള് തന്നെ ചെയ്ത് ആർക്കെങ്കിലും 1000 രൂപ കൊടുക്കാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ ആൾക്കാരുടെ എണ്ണം അവിടം വരെ എത്തുന്നുമില്ല. പിന്നെ ഈ കൂട്ടം ഒറ്റടിക്ക് കൂടുന്ന ആൾക്കാർ പല വൈബിലുള്ള ആൾക്കാരാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഈ വീഡിയോ വെച്ച് നിർത്തണം. വേറെ കാര്യം ഇതുണ്ടെന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ ഇട്ട് വൈറലാക്കിയായിരുന്നു ഞാൻ. അപ്പോൾ ആൾക്കാർക്ക് ഓൾറെഡി അറിയാം ഈ ചാക്ക് കാണുമ്പോൾ ഞാൻ ഈ ഒരു പരിപാടി കാണുന്നു. ഇന്ന് പെട്ടെന്ന് ക്രൗഡ് കൂടുന്നു. എന്തായാലും നമ്മളിപ്പോൾ ചാൻസ് വന്നിരിക്കും. എന്തെങ്കിലും കഴിക്കണം. എനിക്കൊന്നും കഴിച്ചിട്ടില്ല. എന്നാൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ബസ് കഴിക്കാം. ചേട്ടൻ നിൽക്കുന്നു. ചേട്ടൻ കൈ കാണിക്കുന്നുണ്ടാ? വണ്ടി നിർത്താൻ വേണ്ടി കൈ കാണിച്ചല്ലേ? എംപിയുടെ കൈ കാണിച്ചത്. നമ്മൾ ഇവിടെ കഴിച്ചിട്ട് പോകാനാണ് ഇരുന്നത്. പക്ഷെ പിന്നെ വിചാരിക്കും നമുക്ക് എല്ലാം ഇടിയപ്പവും വെക്കുക അതും എല്ലാം കഴിക്കാമെന്ന്. പക്ഷെ അതിന് വേറെ കടയിൽ പോകണം. അവിടെ പിന്നെ റോഡേ വണ്ടിയിട്ട് പോകേണ്ടി വരും. വണ്ടിക്കകത്ത് പൈസ ഇരിപ്പുണ്ട്. ആരും എടുക്കത്തില്ല. എന്നാലും പറയാൻ പറ്റില്ല. നോർത്ത് ഇന്ത്യ ആരുടെ പിന്നെ പറയണ്ട. വണ്ടി ഇവിടെ പോയി. ഇത് സൗത്ത് ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഇത്ര കിടന്ന് വീഡിയോ കിട്ടി തള്ളിയുകൊണ്ട് നമ്മൾ സേഫ്റ്റി നോക്കണം. അതുകൊണ്ട് ഇവിടെ എന്നിട്ട് അതാണ് ഒരു കുഴപ്പം. ബർഗർ എല്ലാം കഴിക്കേണ്ടി ഇവിടെയാണെങ്കിൽ. ആ കടയിൽ നിന്ന് മാറി നമ്മൾ വേറൊരു കടയിലോട്ട് എത്തി. വണ്ടി പുറത്തിരിപ്പുണ്ട്. ചേട്ടൻ ഫുഡ് കൊണ്ടുവരുന്നു. അവനതല്ല, അവൻ കുറുമയാണ് ഓർഡർ ചെയ്തത്. ഞാൻ കുറുമ ഓർഡർ ചെയ്ത്. മറ്റേ കുറുമ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം തോന്നുന്നു. നോട്ട് എണ്ണുന്നതിൻ്റെ ചാലഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഒരു കെട്ട് നോട്ട് എണ്ണ എത്ര സമയം എടുക്കും നമുക്ക് നോക്കാം. എന്തായാലും ഇത് അളിഞ്ഞ് കിടക്കുമായിരിക്കും. ഒരു ടേബിളിൻ്റെ പൊക്കത്തെ തറയിലൊക്കെ ആയിരിക്കും. എന്താണെന്ന് ഞാൻ അപ്പം ഡിസൈഡ് ചെയ്യും. ഇപ്പോൾ തൽക്കാലം ഇതൊരു 20ൻ്റെ 2 കെട്ടുണ്ട്. നമുക്ക് ഒരു കെട്ട് കുറച്ച് അളിച്ചിട്ടിട്ട് എൻ്റെ അച്ഛൻ എണ്ണം അല്ലേ? അച്ഛൻ എത്ര സെക്കൻഡ് എണ്ണം നോക്കട്ടെ. ആ സെക്കൻഡ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം അത്ര രൂപ എണ്ണാൻ എത്ര നേരം എടുക്കുമെന്ന്. കുറച്ച് നേരം എടുക്കും. എന്തായാലും ഞാൻ അടുത്ത ആഴ്ച ചെയ്യും ഈ വീഡിയോ. ഓൾറെഡി 2 പേരെ സെലക്ട് ചെയ്ത് ഞാൻ കമൻസിനകത്ത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സ്റ്റുഡിയോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ റെക്കോർഡ് ചെയ്യും. ഈ ടേബിൾ വെച്ചിട്ടുണ്ടാ അവിടെ ഇട്ടൊക്കെ എണ്ണുന്നൊക്കെ അവിടെ ഇടാം. അപ്പോൾ ഇതെന്നാന്ന് ഇത് പറയാണ്. പറ വരുന്നുണ്ട്. അതായത് ഇവിടെ മുമ്പ് ഇരിക്കുന്നത്. ആദ്യം ഈ ബണ്ടിൽ നിന്ന് മാറ്റട്ടെ. അത് ഫുള്ള് ഊര് വെറുതെ ഇട്ടേക്കിത് ഇവിടെ. അളിഞ്ഞായിരിക്കും കിടക്കുന്നത്. എല്ലാം ഇടണം. 200 ബണ്ടിൽ കുറെ കൂടി പോയി. 100 മാത്രം മതി ഇപ്പോൾ തൽക്കാലം. ഇതിപ്പോൾ തൽക്കാലം 2000 രൂപയുള്ളൂ. നമുക്ക് ഒരു ഇമാജിൻ ചെയ്യുക. ഇത് കുറച്ച് ലക്ഷങ്ങളുണ്ട്. അപ്പം 1 മിനിറ്റിൽ എത്ര നോട്ടാവും നോക്കാം അല്ലേ? എണ്ണുന്നതിന് മുമ്പേക്ക് ഞാൻ എൻ്റെ ടൈം ഒന്ന് സെറ്റ് ചെയ്യാം. സ്റ്റോപ്പ് വാച്ച് വെക്കാൻ പോവുക. 3, 2, 1 സ്റ്റാർട്ട്. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന 100 നോട്ടുകൾ എത്ര നേരം കൊണ്ട് എണ്ണാൻ പറ്റുമെന്ന്. എന്നാൽ ഈ പോകുന്ന സ്പീഡ് കണ്ടിട്ട് കുറച്ചേറെ സമയം എടുക്കും തോന്നുന്നു. എല്ലാ നോട്ടും കൂടി എണ്ണി വരുമ്പോൾ ഒരാൾ. ഇത് വളരെ സ്ലോ ആയിട്ടാ. 30 സെക്കൻഡ് ആയിട്ട് വെച്ചാൽ കയ്യിൽ നോട്ട് പോലും പിടിച്ചിട്ടില്ല. നമ്മൾ ഇന്ന് ഫുള്ളും ഒരു ദിവസം ഇരുന്ന് എണ്ണാനാണ്. നേരെ ഒന്നും വെക്കണ്ട, വെറുതെ എടുത്ത് കയ്യിലിട്ട് വെക്കുക. അതുപോലെ ശരി എണ്ണിക്കോ. എണ്ണിത്തുറങ്ങ്. 1 മിനിറ്റ് എന്തായാലും വെക്കാൻ തന്നെ പോയി. ഇങ്ങനെ എണ്ണുന്നതിന് കുഴപ്പമെന്ന് വെച്ചാൽ കൈ കുറച്ചായിട്ട് നേരെ എടുക്കും. ആയിട്ട് ഇതിന്റെ എണ്ണവും കറക്റ്റ് ആയിരിക്കണം. അറിയാമോ? എണ്ണുന്നത് മാത്രമല്ല. 1 മിനിറ്റ് 30 സെക്കൻഡ്. എനിക്ക് തോന്നുന്ന സമയം എടുക്കുന്നു. അച്ഛൻ സ്ലോ അച്ഛൻ എണ്ണുന്നത്. അച്ഛൻ അക്കൗണ്ടന്റ് ആകാൻ പറ്റത്തില്ല. കാഷ്യർ ആണോ? ഇതിൽ കൂടുതൽ സ്പീഡ് വേണം. 2 മിനിറ്റ് ആയി. 100 ഉള്ളൂ. 2 മിനിറ്റ് ഏകദേശം ആയിട്ട് എണ്ണം തെറ്റുകയും ചെയ്ത്. എന്നാലും കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഞാൻ ടൈം ലിമിറ്റ് വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ സാവകാശം എണ്ണിയാൽ മതി. 1 മാസ ശമ്പളം 1 ദിവസം എന്ന് പറയുമ്പം കുറച്ചൊക്കെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അത് 100 ഉണ്ട്. അച്ഛനെ നല്ല പിന്നെ കേട്ടോ. 100 ആണത്. അച്ഛൻ ഇപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടാ 100 ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇപ്രാവശ്യം 100 എത്തിയണ്ട. ഇതിപ്പോൾ കുറച്ച് നോട്ട് മാത്രമേ ഉള്ളൂ. 100 നോട്ട്. ഇനി എണ്ണം വളരെ അധികമായിരിക്കും. ഇപ്പം 100 ആയിരങ്ങൾ വെറും ആയിരങ്ങളിൽ പോലല്ല, 10,000-ത്തിനൊക്കെ പൊക്കത്ത്. അതിൻ്റെയും പൊക്കത്ത് നല്ലതായിട്ട് പോകും. ഭാഗ്യരുണ്ടെങ്കിൽ ഇനിയും കൂടും.
കുറച്ച് ചാലഞ്ചൊക്കെ നടക്കുന്നത്. പറയുന്നൊക്കെ ആൾക്കാർ വന്നിട്ട് പോയി ബോയ്സ്, ഞാൻ തന്നെ പറയെടുത്ത് കൊടുത്തു. അച്ഛൻ കലിപ്പിനാണല്ലേ, കുഞ്ഞു കൊടുത്തല്ല, നല്ല കാര്യം. അതുകൊണ്ടാണ് അച്ഛൻ കലിപ്പ്. ഒരു 20 രൂപയുടെ പടക്കമായിരുന്നു. അപ്പം ഞാൻ 2 പൊട്ടിച്ച്, ഞാൻ വിചാരിക്കുന്ന ഒരു 100 പൊട്ടിക്കാൻ നിരക്കുണ്ട്. അവരെന്തായാലും ഒന്നുകൂടി അമ്മ പോയി പറയും. അവർ 100 പൊട്ടിക്ക് വെച്ചാ ചോദിക്കട്ടെ, അമ്മ ചോദിക്കട്ടെ. ഇത് പൊട്ടിക്കാൻ നോക്കട്ടെ. 100 പൊട്ടിക്കായിരിക്കും. ചേട്ടൻ ചിരിച്ചിട്ട് പോകുന്നല്ലോ. ഒരു 100 പൊട്ടിച്ചിട്ട് പോയി. അവരുടെ ബാക്കി ഇല്ലെന്ന് തോന്നട്ടെ. 100 ഇല്ല, 10 പറയിപ്പിച്ചിട്ടുണ്ട്. 10 ഉള്ള 100 പൊട്ടിക്കണേ, പിന്നെ ഇവിടെ നിന്ന് പൊട്ടിക്കാനേ അവർക്ക് നേരം കിട്ടുള്ളൂ. പറയാൻ സമയം കിട്ടിയല്ല. ചേട്ടൻ പൊട്ടിക്കും. ചെവിക്ക് നല്ല സുഖമുണ്ടല്ലോ അതിന്. അത് പൊട്ടിയില്ല. ചെവി അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. 100 പറഞ്ഞാൽ ചേട്ടന്മാർക്ക് ഇവിടെ തന്നെ ഫുള്ള് നടക്കേണ്ടി വന്നേനെ. കണ്ണടയുമല്ലേ നോക്കാം നമുക്ക്. അവസാനത്തെ വെടിയും കൂടി. ചെവി അടഞ്ഞു പോയത്. അവർ 100 പൊട്ടിച്ചില്ല. 100 പൊട്ടിക്കാൻ അവരുടെ ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ എപ്പോഴും നോക്കാം ആരിപ്പോൾ പോകുന്നു. അത് പടക്കം പൊട്ടിച്ചപ്പോൾ എൻ്റെ എയർ പ്യൂരിഫയർ കണ്ട ചുമന്ന് കിടക്കുന്നത്. അതിപ്പം കാണാൻ മഞ്ഞയായിട്ട് തോന്നും, പക്ഷേ ചുമന്ന് കിടക്കും.